പീസ് ഇട്ട് കൊടുക്കുന്നുണ്ടാ ഒരു കേക്കിൻ്റെ പീസ് കടാ ഇങ്ങനെ ഒരു കേക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടാ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം നമ്മൾ ചൂണ്ടാൻ വരുന്നുണ്ടായിരുന്നു ചേട്ടാ. അപ്പോൾ നോക്കിയാൽ അവിടെ ആകെ ചണ്ടിക വന്ന് പിടിച്ചു ചൂണ്ട സ്ഥലത്തേ. അപ്പോൾ അതൊക്കെ മാറ്റി ചൂണ്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതത് മാറ്റി നോക്കാം. ഫ്രണ്ട്സ്, ഇത് രണ്ടാമത്തെ ദിവസമാട്ടാ. ഇന്നലെ ചണ്ടയൊക്കെ മാറ്റി ചൂണ്ടി നോക്കി മീനൊന്നും കാര്യമായി കിട്ടിയില്ല ചേട്ടാ. നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് അതിന് വേണ്ടി ഒരു അടിപൊളി തീറ്റ ഉണ്ടാക്കണം, ഒരു സൂപ്പർ തീറ്റ. അതാദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ തീറ്റയ്ക്ക് ഇന്ന് കുറച്ച് ഒരുപാട് സാധനങ്ങൾ ഇടാം. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, കാലിത്തീറ്റടാ, കാലിത്തീറ്റ. ഇത് തേങ്ങപ്പിണ്ണാക്ക് ഇടാം, കൊപ്രയില്ലേ അത് തേങ്ങപ്പിണ്ണാക്ക്. പിന്നെ നോക്കിയാ ഒരു കേക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ടാ, ഒരു കേക്കിൻ്റെ പീസ് കടാ ഇങ്ങനെ ഒരു കേക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടാ. നമ്മളിവിടെ ചൂണ്ടാൻ വരുമ്പോൾ നിരവധി കവറുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഇവിടെ ഇടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാ ചീന, അല്ലാണ്ട് ഇവിടെ വലിച്ചെറിഞ്ഞ് പോവല്ല ചീന. അപ്പോൾ പരമാവധി ചൂണ്ടക്കാർ ശ്രദ്ധിക്കുക, ഇവിടെ കവറുകൾ സാധനങ്ങളൊക്കെ ചൂണ്ടി കഴിഞ്ഞ് ഇട്ട് പോകൊണ്ടിരിക്കുക. കാരണം നമ്മളെപ്പോഴും പറഞ്ഞ തന്നെയല്ലേ, നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ വൃത്തിയായി നോക്കണ്ടേ. അങ്ങനെ ചെയ്ത് ഇവിടെ ഇട്ട് പോവല്ലേ. വീഡിയോ കാണുന്നവരാണെങ്കിൽ, ഇപ്പം എൻ്റെ അറിവിൽ ഇവിടെ ചൂണ്ടാൻ വരണവരങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ കാണുന്ന എന്നെ അറിയുന്നവരൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. പുറത്തുനിന്നൊക്കെ വരുന്നവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ വരുന്നവരത് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഇട്ടാ, അപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ ചെയ്യാണ്ടിരിക്കും ബിസ്ക്കറ്റ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ തീറ്റ ഉണ്ടാക്കണതിനിടെ കൂടെ ഈ കവറിൻ്റെ കാര്യം എന്തിനാ പറഞ്ഞതെന്ന് തോന്നിൻ്റെ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസമേ ചൂണ്ടാനായിട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയിട്ടാ. നമ്മൾ സ്ഥിരമായി വരാനാണ്, വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലത്ത് കണ്ട. അപ്പോൾ ഒരു ബീറും കുപ്പി ഇവിടെ കഴിച്ച് വെച്ചിട്ടുണ്ട്. പുതിയ ബീറും കുപ്പിയാണ് കഴിച്ചിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് വന്നപ്പോൾ ഇപ്പോൾ വേറെ കാണിച്ചിട്ടാ. ഇവിടെ കണ്ട ഒരു മൈദയുടെ പാക്കറ്റ്, അത് അവിടെ തന്നെ പൊട്ടിച്ചിട്ട് അവിടെ ഇട്ട് പോയിക്കുക. ഒരു തീറ്റ കുഴച്ച ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, ഇതേപോലെ കുറേ ഉണ്ട്. കുപ്പികൾ, വെള്ളം കുപ്പി, പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള അതൊക്കെ അവിടെ ഇട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ചൂണ്ടാൻ വരുന്നവരെ ഇതിപ്പോൾ ഇട്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ വഴിയോരത്ത് വന്ന് ഭക്ഷണം കഴിച്ച് പോകണവരൊക്കെയാണെന്ന് വിചാരിക്കാതെ, ഇത് ചൂണ്ടാൻ വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനൊന്നും ചെയ്യാണ്ടിരിക്കുക പരമാവധി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളല്ലേ, നമ്മളെപ്പോഴും വന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മളത് പരമാവധി വൃത്തിയായി നോക്കുക. പ്രത്യേകിച്ച് ഞാനവിടെ സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും വീഡിയോ. പിന്നെ അവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. ഇതൊന്നും ഇടണമെന്ന് ഞാനല്ല കേട്ടോ. കാരണം ഇത് പുറത്തുനിന്നുള്ള ആരൊക്കെ വന്നിട്ട് നമ്മുടെ സ്ഥലത്ത് ഇട്ട് പോകണതാണ്, നമ്മൾ ചൂണ്ടണടുത്ത്. അപ്പോൾ പരമാവധി വീഡിയോ കാണുന്നവരാരും ചെയ്യാൻ സാധ്യത ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ളവരെ എനിക്കറിയാം, അവരും ചെയ്യാറില്ല. അവരെ ചൂണ്ടണ സ്ഥലമൊക്കെ ഞാൻ കാണാറില്ല. അവർ നല്ല വൃത്തിയായിട്ട് തന്നെ നോക്കണത്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക പരമാവധി. കേക്കിൻ്റെ പീസ് ചേർത്തു, ബിസ്ക്കറ്റ് ചേർത്തു, തേങ്ങപ്പിണ്ണാക്ക് ചേർത്തു ഇടാ. പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇതാണല്ലേ, ഇത് ചോളത്തവിട് കേട്ടോ. ചോളത്തവിടാണ്. ചോളത്തവിട് പോക്ക് കൂടി ഇങ്ങനെ ആക്കി എടുക്കുക. വെള്ളം അധികം പാടില്ലടാ, വെള്ളം കുറവായിട്ടേ കണ്ടത്. ഇങ്ങനെയാണ് പുട്ടുപൊടി എന്നാണെങ്കിലേ, പുട്ടുപൊടി അതേപോലെ ആക്കി എടുക്കണം. വെള്ളം അധികം പാടില്ല, ഇങ്ങനെ കുഴന്നിരിക്കാൻ പാടില്ല. നമ്മളെല്ലാതും കൂടി നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിൽ അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ എല്ലാ തിരയിലേക്കും വേണ്ട തന്നെ, അതായത് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ചേർത്ത് നന്നായി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക.
പുട്ടുപൊടി 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 പോലെയാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ സ്പൈഡർ ഹൂക്കിലാടാ തീറ്റ ഇടണത്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല, അത് കിട്ടിയിരുന്നുണ്ട്. അതായത് ആ തീറ്റ ഇടണതേ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം, അത് നമ്മൾ തീറ്റ ഇടണം കേട്ടോ. ഇട അപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അത് തോളിയാട്ടാ എടുത്ത് പൊന്തിച്ച വേറെ നല്ല, അത് നല്ല ലോക്കായിരുന്നു, അത് കാരണം പൊന്തിച്ച. അല്ലെങ്കിൽ പൊന്തിച്ച് കഴിഞ്ഞാൽ ചുണ്ട് പൊട്ടി പോവും. നല്ല ലോക്കുള്ള കാരണം പൊന്തിച്ച.
അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ കാണാട്ടാ. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ നോക്കിയാൽ ഇതാണ് നമുക്ക് കിട്ടിയത്. ഒരു 3 തൂളി, ഒരു മുണ്ടത്തി. ഒരു തൂളി ഇതിലത്തെ നല്ല വലിപ്പുള്ള തൂളി കേട്ടോ. നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. അടിപൊളി തൂളി കേട്ടാ. എന്താ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.